നമസ്കാരം. വിവാദങ്ങൾ കൊടുമ്പിരി കൊള്ളുമ്പോഴും ഹോളിവുഡ് സിനിമകളെ പോലും പിന്നിലാക്കിക്കൊണ്ട് ഗ്ലോബൽ ബോക്സ് ഓഫീസിൽ എമ്പുരാൻ 3-ാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു. ഇന്ത്യയിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും സിനിമാ റെക്കോർഡുകൾ തകർത്തെറിയുകയാണ് ഇപ്പോൾ എമ്പുരാൻ. ഇപ്പോഴിതാ കോംസ്കോറിൻ്റെ റിപ്പോർട്ട് പ്രകാരം മാർച്ച് 27 മുതൽ 30 വരെയുള്ള വീക്കെൻഡിൽ എമ്പുരാനിൽ ആഗോള കളക്ഷനിൽ 3-ാം സ്ഥാനം കൈവരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. വമ്പൻ ഹോളിവുഡ് സിനിമകളെയും ഈ വർഷത്തെ ഏറ്റവും വലിയ വിജയമായ ഛാവയെയും മറികടന്നുകൊണ്ടാണ് ചിത്രം ഈ നേട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നത്. ഏകദേശം $19 മില്യൺ എമ്പുരാന്റെ ഈ വീക്കെൻഡിലെ ആഗോള കളക്ഷൻ, അതായത് 165 കോടി രൂപ. ആഗോള കളക്ഷനിൽ ഡിസ്നിയുടെ സ്നോ വൈറ്റ്, ജേസൺ സ്റ്റാത്തത്തിന്റെ വർക്കിംഗ് മാൻ എന്നീ സിനിമകൾക്ക് തൊട്ടു പിന്നിലാണ് എമ്പുരാൻ. പാരസൈറ്റ് എന്നീ സിനിമയിലൂടെ ഓസ്കർ ലഭിച്ച ബോങ് ജൂൺ ഹോ സംവിധാനം ചെയ്ത മിക്കി 70, വിമൻ ഇൻ ദി യാർഡ്, നോവോ കൈൻ എന്നീ വമ്പൻ ഹോളിവുഡ് സിനിമകളെ പിന്തള്ളിക്കൊണ്ടാണ് എമ്പുരാൻ ആഗോളതലത്തിൽ 3-ാമതായി എത്തി നിൽക്കുന്നത്. UK ഉൾപ്പെടെയുള്ള വിദേശ മാർക്കറ്റുകളിലും സിനിമയ്ക്ക് വലിയ മുന്നേറ്റമാണിപ്പോൾ ഉണ്ടാകുന്നത്. ഷാരൂഖ് ഖാൻ, വിജയ് സിനിമകളുടെ കളക്ഷനെ പോലും മറികടന്നുകൊണ്ടാണ് എമ്പുരാൻ ഇപ്പോൾ ജൈത്രയാത്ര തുടരുന്നത്. സിനിമ ആദ്യ 3 ദിനം കൊണ്ട് ഓവർസീസിൽ നിന്ന് 10 മില്യണിലധികം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല സിനിമ 48 മണിക്കൂർ പിന്നീട് മുന്നേ ആഗോളതലത്തിൽ 100 കോടി ക്ലബിലും എത്തിയിരുന്നു. മലയാള സിനിമയിലെ പല റെക്കോർഡുകളും സിനിമ മറികടക്കുന്നതിൻ്റെ ആവേശത്തിലാണ് ഇപ്പോൾ ആരാധകർ. അതേസമയം എമ്പുരാൻ സിനിമയ്ക്കെതിരെയുള്ള വിവാദങ്ങൾ തുടരുകയുമാണ്. എന്നാൽ ഈ വിവാദങ്ങൾ സിനിമ കാണാനെത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ കുറവ് സൃഷ്ടിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം.